അതിനെ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യുന്നു. അതൊക്കെ ഒരു അധികാരത്തിലിരിക്കുന്ന ആൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിസ്സഹായ ഒരു കുട്ടിയാണ്. അല്ല, അത് നിങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു നാരേറ്റീവ് അല്ലേ? നിസ്സഹായ ഒരു കുട്ടിയാണ്. ആ കുട്ടിയും എന്തൊക്കെയോ എത്ര കളവാണ് ആ കുട്ടിയും പറയുന്നത്. ആ കുട്ടി പറയുന്ന കാര്യങ്ങളുടെ കളവ് ഓരോന്നോരോന്നായിട്ട് രാഹുൽ ചേട്ടൻ്റെ പോസ്റ്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഓരോന്നോരോന്നായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഹെൽപ്ലെസ് ആയ ഒരാളങ്ങനെ കളവ് പറഞ്ഞ് അറ്റൻഷൻ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് ശരിക്കും അത്രയും ഒരു എന്താ പറയുക, ഹെൽപ്ലെസ് ആയ ഒരു ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ആൾ ഇതുപോലത്തെ ആരുടെയൊക്കെയോ ഉപദേശപ്രകാരമായിരിക്കും കേട്ടോ, പക്ഷെ കുറേ കള്ളത്തരങ്ങൾ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടില്ല എന്നടിക്ക് കംപ്ലീറ്റ് ആയിട്ട് സമൂഹം ഒരു പുരുഷനല്ലേ, നിങ്ങളെല്ലാവരും പുരുഷന്മാർ തന്നെയല്ലേ. നാളെ ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കെതിരെ വന്നാലും ഇതുപോലെ സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത്. അതായത് രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ടുപോയ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. നിങ്ങളൊരു പുരുഷനല്ലേ, നാളെ നിങ്ങൾക്കെതിരെ ഇതുപോലെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി